ഇന്ന് നമുക്കൊരു മാക്രമേ റെയിൻബോ കീ ചെയിൻ ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് 10 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ, 14 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 3 മാക്രമേ ത്രെഡ്സാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് മുകളിൽ 2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഒരു കോട്ടൺ യാൺ വെച്ചിട്ട് ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു കോട്ടൺ യാണിൻ്റെ എൻഡ് മുകളിലേക്ക് കുറച്ച് നീളത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ചുറ്റിയെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ത്രെഡ് അവിടെ സെക്യൂറായിട്ട് ഇരുന്നോളും. പെട്ടെന്നൊന്നും അങ്ങനെ ഊരിപ്പോരാനുള്ള ചാൻസ് ഇല്ല. ഇനി ഇതുപോലെ ഈ ഒരു യാണിനെ ത്രെഡിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. 2 സെൻറ്റിമീറ്റർ വിടാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി എൻഡിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ടേപ്പസ്ട്രി നീഡിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുത്ത യാണിന് ഉള്ളിലൂടെ 2-3 ചെയിൻസിനകത്ത് കൂടി ഈ ഒരു ടേപ്പസ്ട്രി നീഡിൽ കടത്തി കൊടുക്കാം. എന്നിട്ട് നന്നായി മുറുക്കി വലിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് വൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോണത് റോസും ലാവൻഡറും യാൺസ് വെച്ചിട്ടാണ്. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇങ്ങനെ ഇവിടെ 3 ത്രെഡ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കുഞ്ഞുമക്കളൊക്കെ ചെയ്യുകയാണെങ്കിൽ പാരൻസിൻ്റെ ഹെൽപ്പ് ചോദിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. സാധാരണ ഞാൻ ഈ ഒരു കീ ചെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ സൂചി നൂല് വെച്ചിട്ടാണ് കോർത്ത് കൊടുക്കാറ്. ഇനി നമുക്കൊന്ന് മെടഞ്ഞു കിടക്കണ ത്രെഡിനൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു കോമ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ചീകി കൊടുക്കാം. എന്നിട്ട് ലെവലാക്കിയതിന് ശേഷം ഒന്ന് വെട്ടിക്കൊടുക്കാം. ഇനി നമുക്കൊരു കീ ചെയിൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് പ്ലക്കർ വെച്ച് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാക്രമേ റെയിൻബോ കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബായ്.